ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഓവനോ ബീറ്ററോ മൈദയോ മുട്ടയോ ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. റവ വെച്ചിട്ടാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് ഈവനിങ്ങിൽ ചായയൊക്കെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പോളം റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല റവ. ഞാനിപ്പോൾ വറുത്ത റവ കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി അതിലേക്ക് നമ്മൾ അരക്കപ്പോളം പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരക്കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml കപ്പിന് ഒരു കപ്പോളം നേരെ ചൂടുള്ള പാലാട്ടോ. നേരെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കുന്നില്ല, ഒരു 3/4 കപ്പോളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് ടൈം ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ബാക്കി ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ടൈം ഒരു 1/4 മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കന്നെ ആ ഒരു പാലൊക്കെ അതിൽ നല്ല പോലെ കുടിച്ച് ആ ഒരു റവയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ 15 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ ഒരു പാലൊക്കെ ആ ഒരു റവ നന്നായിട്ട് വലിച്ചെടുത്തിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറായിട്ട് എടുത്തിട്ടുള്ളത്, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. നമുക്കിത് മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. നമ്മളിവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽപ്പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒട്ടും നിർബന്ധമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വാനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം ഒരു 1/4 കപ്പോളം മൈദ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ യൂസ് ചെയ്താൽ മതി കേട്ടോ. പക്ഷേ ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പോളം തന്നെ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഏതെങ്കിലും റിഫൈൻ ഓയിൽ യൂസ് ചെയ്യാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കണ്ടിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് പാലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. നമുക്കൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി 1 ടേബിൾ സ്പൂണോളം ഞാനങ്ങ് മാറ്റി വെക്കുകയാണേ. അത് നമുക്കിനി ആവശ്യമായിട്ടില്ല കേട്ടോ. ഈ ഒരു പാലിന് ഇതിൽ ഒരു തിക്നെസ്സിനെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ, ഇതിനെക്കാട്ടിൽ ലൂസാക്കി എടുക്കാൻ പാടില്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് കുഴഞ്ഞു കൊടുക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആ ടൂട്ടി ഫ്രൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് അങ്ങ് പോയി നിൽക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് മിക്സ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ബേക്കിംഗ് സോഡൊക്കെ നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ ചെമ്പട്ടി എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഞാൻ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് അത് ചൂടായിട്ട് വരും.
അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടീനാട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അതിന് താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, തൊട്ട് നിർബന്ധമില്ല. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഒട്ടും നിർബന്ധമില്ല. ഇനിയിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിൻ്റെ ഉള്ളിലോട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഓവനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടിച്ച് വെച്ചിട്ട് നമുക്കൊരു 35 to 40 മിനിറ്റ് ഇട്ട് ആ ടൈം കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഫസ്റ്റിൽ നമ്മൾ ഫുള്ളിലാക്കിയിട്ടിട്ട് പിന്നെ സിമ്മിലോട്ട് മാറ്റിയാൽ മതി. 1 മിനിറ്റോളം ഒന്ന് ഫുള്ളിലാക്കിയിട്ട് കേട്ടോ. എന്നിട്ട് സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 35 to 40 മിനിറ്റ് വെച്ചാൽ മതിയേ. ഇപ്പോൾ അതാ ഞാനിതൊരു 40 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കുക്കായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. കണ്ടില്ലേ, നല്ല പോലെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ, അതിലെന്തെങ്കിലുമൊക്കെ സ്റ്റിക്കായി വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് അതിലൊന്നും സ്റ്റിക്കായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. തണുത്ത് വന്നാൽ പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ അങ്ങ് അടർന്ന് പോരും കേട്ടോ. അപ്പോൾ ഞാനൊരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കുന്നത്. എന്നാൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി യൂസ് ചെയ്തിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് കഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് കൊട്ടി കൊടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് അതിൽ നിന്ന് അടർന്ന് പോരും. ഞാനിപ്പോൾ താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് അതൊന്ന് അങ്ങ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. താഴ്ഭാഗത്തൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഇങ്ങനെ കരിഞ്ഞു പോവുക അങ്ങനെയൊന്നും വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഞാനൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പോരുന്നുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.